അവിടെ കാണിച്ചൂട്ടിയ വേഷം കെട്ടൊക്കെ കണ്ടിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അങ്ങനെ അങ്ങനെ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. വേണമെങ്കിൽ അല്പം ക്രെഡിറ്റ് ഉള്ള കാര്യമാണെന്ന് പറയാം. ക്രെഡിറ്റോ? അല്ല, ഇതിപ്പോ സാധാരണ നടക്കാറുള്ള കാര്യങ്ങൾ തന്നെയാ. എടോ, ഓഡിറ്റോറിയം അലങ്കരിച്ച കൂട്ടത്തിൽ വേദയുടെ രഞ്ജിത്തിന്റെ ഒരു വലിയ ഫ്ലെക്സ് ഞാനങ്ങ് വെച്ചു. അല്ല, അതിനെന്തിനാ നന്ദിനി വണങ്ങുന്ന? അത് മുഴുവൻ കേക്ക് വിവേകേ. എടാ, പിന്നെ നിനക്കറിയാലോ, കല്യാണ കത്തില് ഞങ്ങളുടെ പേര് വെക്കാത്ത കാര്യം അറിയാലോ. ആ വാശി വെച്ച ഫ്ലെക്സില് ഞങ്ങളുടെ ഒരു ആശംസ കൂടി അങ്ങ് വെച്ചു. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ ഫ്ലെക്സിൽ നിങ്ങളും ഉണ്ടോ? അതേന്ന്. അതും അവരുടെ അതേ വലുപ്പത്തില്. അതവിടെ ആരെങ്കിലും സഹിക്കോ? അത് മാത്രമല്ല, ഞാൻ കമ്പനിയുടെ CEO ആണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുക. അല്ല, ഈ കാര്യത്തിന് കുറ്റമൊന്നും പറയണ്ട. അത് ഇയാളെ നാണം കെടുത്താനൊന്നും അല്ല. അവിടെ എല്ലാവരും ഇയാളെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല അസല് ചർച്ചയാ. പത്മ മാഡവും ഇന്ദ്രജ മാഡവും വേദ മാഡവും പിന്നെ ആ പുതിയതായിട്ട് വന്ന ആളുകളും എല്ലാരും മാറി നിന്ന് ചർച്ചയാ. എന്നിട്ട് അവരെന്നെ നോക്കുമ്പോഴേ എനിക്ക് പേടിയാ, എന്റെ ദേഹത്ത് കിടക്കുന്ന ഡ്രസ്സിലെങ്ങാനും തീ പിടിച്ചാലോന്ന്. അങ്ങനെയാ കണ്ണിന് തീപ്പൊരി വരുന്നേ. ആരതി, നീ ഒരു കാര്യം ചെയ്യും. പിന്നെ ഇയാളെ ഒന്ന് അകത്ത് കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റിട്ട് വാ. ചെല്. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. എന്താ? അടുത്ത കുഴപ്പത്തിനാണോ? എടോ, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് തലയിൽ കൈ വെച്ച് ഞാൻ സത്യം ചെയ്തല്ലേ. ആ നേരത്തെ തുടങ്ങിയതാ എനിക്ക് തലവേദന. എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. വിവേകേ, നമ്മൾ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഓക്കെ ആരതി, ഒരു 10 മിനിറ്റ്, അത് കൂടുതൽ എടുക്കാൻ പാടില്ല, കേട്ടല്ലോ? അതെ, ഒരു പെണ്ണാ ഒരുങ്ങേണ്ടത്. അതിന് 10 മിനിറ്റ് 12 മിനിറ്റ് അങ്ങനെ കൃത്യസമയമൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഒരുങ്ങി കഴിയുമ്പോ വരും, സൗകര്യം ഉണ്ടെങ്കിൽ മതി. എടാ വിവേകേ, അതെ, ഇവളുമാർ ഒരുമിച്ചപ്പോ സ്വഭാവം മാറ്റി കണ്ടില്ലേ? അല്ലെങ്കിലേ എന്നെ എത്ര റെസ്പെക്ട് ഉണ്ടായിരുന്നോളാ. അതെ, കണ്ടില്ലേ? നടക്കട്ടെ വേടാ, പോ. അപ്പൊ ശരി. എടി, ഈ ഫ്ലെക്സിലെ പേര് വന്നതിലൊന്നും നീ ഇത്ര കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല. നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവരോടുള്ള ഇഷ്ടക്കേടും കൊണ്ടാ. അതെന്താ നിനക്ക് മനസ്സിലാവാത്ത? ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോകുമ്പോ എന്നെ എടുത്തു പിടിച്ചോണ്ടാണല്ലോ പോകുന്നത്. നീ എന്ത് വിട്ടുകളാ? എവിടെ നിന്റെ ഡ്രസ്? ഒന്ന് എടുക്കടി. ഇത് കലക്കല്ലോടി. ഏട്ടന്റെ സെലക്ഷനാ. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. എനിക്കതിട്ട് ആളുകളുടെ മുന്നിലേക്ക് പോകുന്ന ആലോചിച്ചിട്ട് പേടിയാണോ സങ്കടാണോ എന്താ തോന്നുന്നു പോലും പറയാൻ പറ്റുന്നില്ല. ചുമ്മാ കളിക്കല്ലേ. വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ, അതും കമ്പനി CEO ആണ് നീ. കുറച്ചുകൂടി ഗൗരവത്തിലാണെങ്കിൽ ഒരുങ്ങണ്ടേ? ഇനി നീയും തുടങ്ങിക്കോ, കമ്പനി CEO. നീ ഇങ്ങോട്ട് വന്നേ, വെറുതെ സമയം കളയാതെ. എടാ, സത്യം പറഞ്ഞ അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ആ ഗംഗയുടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്നുള്ള ആനുകൂല്യം കൊടുത്ത് അവരെന്തിനാ മണ്ഡപത്തിൽ കൊണ്ട് നിർത്തുന്നത്? എടാ, അവരെ ഇറക്കി വിട്ടതിന്റെ പേരിൽ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? സൂര്യ, നിങ്ങളുടേത് ഒരു സാധാരണ കുടുംബമല്ല. സാധാരണ കുടുംബങ്ങളിൽ ഒരു വിവാഹത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നതോ അത് തർക്കത്തിൽ അവസാനിക്കുന്നതൊക്കെ സ്വാഭാവികമാണെന്ന് ആളുകൾ പറയും. പക്ഷേ നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷനിൽ അത്രയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നാളെ അത് വാർത്തയാവും, മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. അത് ഒഴിവാക്കാൻ വേണ്ടി അങ്കിൾ ആന്റി ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എടാ, ഒന്നാമത് ഈ വിവാഹ നിശ്ചയം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്.
അതിന്റെ കൂടിയാണ് ഇപ്പൊ ഇതും. സൂര്യ, ഇനി നീ അത് വിട്. കുറച്ച് സമയം കഴിഞ്ഞാൽ നിശ്ചയം നടക്കും. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയി വിവാഹവും നടക്കും. അപ്പൊ പിന്നെ രഞ്ജിത്തിനോടുള്ള എതിർപ്പും പറഞ്ഞ് നീ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? ഇനി അതിനോടൊന്ന് പൊരുത്തപ്പെടാൻ നോക്ക്. എനിക്ക് വയ്യ. എടാ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എന്താ രണ്ടുപേരും കൂടെ ഇവിടെ നിന്നൊരു കറക്കം? അയ്യോ, അളിയൻ വരുമെന്ന് അറിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കാത്തു നിന്നതാ അല്ലേ? ആണോ? എന്തിനാ? എന്റെ അളിയ, ഒരു ഫംഗ്ഷൻ അല്ലേ, മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തണ്ടേ? സാധനം ഉണ്ടാ? ഉണ്ട് അല്ലേ? അതെ, വിവേക് വന്നപ്പോ നല്ല സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വിവേക് എങ്ങനെയാ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാക്കി കൊണ്ടുവരും. സർപ്രൈസ് വിവേക്. എന്താ കൊണ്ടുവന്നേ? എവിടെ ഇരുന്ന് അടിച്ച് ഫിറ്റ് ആവും? അയ്യോ, അളിയൻ പറഞ്ഞു നമുക്ക് അവിടെ പോയിരിക്കാം. അതെ, ഞാനേ ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാ, മണ്ഡപത്തിലേക്ക് കൊണ്ടുകൊടുക്കാൻ. അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടേ അപ്പയെന്ന് വരാം.